CPI പള്ളിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡൽഹി ചലോ മാർച്ച് പ്രചരണാർത്ഥം കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. പൂച്ചക്കാട്ട് നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബംഗളം കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPIയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 1 നടക്കുന്ന ഡൽഹി ചലോ മാർച്ചിന്റെ പ്രചരണാർത്ഥം CPI പള്ളിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. പൂച്ചക്കാട് നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബംഗളം കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. MH ഹാരിസ് അധ്യക്ഷത വഹിച്ചു. സുജിത് കരിച്ചേരി ജാഥ ലീഡറും ലിജു അബൂബക്കർ ഡെപ്യൂട്ടി ലീഡറും MH ഹാരിസ് മാനേജറുമായ ജാഥ പൂച്ചക്കാട്ടെ ഉദ്ഘാടനത്തിന് ശേഷം കല്ലിങ്കാൽ, പള്ളിക്കര, ശക്തിനഗർ, ഹദാദ് നഗർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ബേക്കൽ ജംഗ്ഷനിൽ സമാപിച്ചു. സമാപന യോഗം CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി വി രാജൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ ജീവിത അനുഭവത്തിലൂടെ സ്വയം ബോധ്യപ്പെട്ട കാര്യമാണ് ഇവർ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. ഇവർ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിരുന്നു രാജ്യത്തെ വിലക്കയറ്റം, നിത്യോപയോഗ സാധനങ്ങളുടെ ഉൾപ്പെടെ വില ഗണ്യമായി വർദ്ധിച്ചാൽ രാജ്യത്തെ കോടാനുകോടി മനുഷ്യരെ ബാധിക്കുന്ന വിഷയമാണ്. വലിയ ചർച്ചയായിരുന്നു. നരേന്ദ്രമോദിയും കൂട്ടാളികളും പറഞ്ഞു, ഞങ്ങൾ കൂട്ടുതരും, ഇതിനെല്ലാം പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കാം, നിങ്ങൾക്കിനി നല്ല കാലം വരാൻ വേണ്ടി പോകുന്നു, ഞങ്ങൾക്ക് അധികാരം ലഭിച്ചാൽ 100 ദിവസം കൊണ്ട് ഇന്ത്യയിൽ വിലക്കയറ്റം ഞങ്ങൾ പിടിച്ചു നിർത്താൻ ആവശ്യമായിട്ടുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കുമെന്നാണ് പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായി നൽകിയത്. ആ 100 ദിവസം പോട്ടെ, 12 വർഷം കഴിഞ്ഞില്ലേ? വിലക്കയറ്റം തടഞ്ഞു നിർത്താനോ നിയന്ത്രിക്കാനോ എന്തെങ്കിലും നടപടി ഗവൺമെന്റ് സ്വീകരിച്ചതായി ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഇവർ സ്വീകരിച്ചു. വിലക്കയറ്റം വീണ്ടും കൂടുതൽ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് നടപടികളാണ് ഇവർ സ്വീകരിച്ചത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഗണ്യമായി വർദ്ധിക്കുന്ന തരത്തിലുള്ള നടപടികളുമായി ഇവർ മുന്നോട്ട് പോവുകയാണ്. ഇവർ അന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ 50 രൂപക്ക് പെട്രോളും 40 രൂപക്ക് ഡീസലും ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ വിതരണം ചെയ്യുമെന്നാണ്. ഇപ്പൊ പെട്രോളിന്റെയും ഡീസലിന്റെയും അവസ്ഥ എന്താണ്? 50-നും 40-നും ലഭിക്കുന്നുണ്ടോ? 100-110 മുറുപ്പിക കൊടുത്താൽ മാത്രമേ പെട്രോളും ഡീസലും ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. AISF ജില്ലാ പ്രസിഡന്റ് സിദ്ധാർത്ഥ് അധ്യക്ഷത വഹിച്ചു. കാൽനട ജാഥയുടെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, രാധാകൃഷ്ണൻ പുതുക്കൈ, ശ്രീജിത്ത് M മടിക്കൈ, N ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സമാപന പരിപാടിയിൽ MH ഹാരിസ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.